ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 27ാമത്തെ ഞായറാഴ്ചയിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ളൊരു ഉപമയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ധ്യാനിക്കാൻ ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മളിങ്ങനെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് തന്നെയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ മുന്തിരിത്തോട്ടത്തിലെ ഫലം എന്നത് നമ്മുടെ സുഹൃത ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള പുണ്യങ്ങൾ, അതിനെയാണ് ഫലങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഠന ബൈബിളിൽ അത് പറയുന്നത്, ഈ ഫലങ്ങൾ എന്ന് പറയപ്പെടുന്ന വാക്ക് മത്തായി സുവിശേഷം ഏതാണ്ട് 17 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ വായനയോടുകൂടി ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമകൾ അവസാനിക്കുന്നു. അടുത്ത ആഴ്ചയാകുമ്പോൾ വിരുന്നിൻ്റെ ഉപമയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എന്താണെങ്കിലും ഇന്ന് നമ്മൾ വായിക്കുന്ന 2 വായനകളിലും മുന്തിരിത്തോട്ടത്തെക്കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പഴയ നിയമത്തിൽ നിന്നും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മുന്തിരിത്തോട്ടം ഒരു വ്യക്തി മുന്തിരിച്ചെടിയായി കാണുകയാണ്. എന്നിട്ട് ആ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ഫലം ആഗ്രഹിക്കുന്ന കൃഷിക്കാരൻ ഫലം കിട്ടാതെ അതിനെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മേൽ ശിക്ഷകൾ വിധിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ 1-ാം വായനയിൽ വായിച്ചു കേൾക്കുന്നത്. നമ്മൾ സുവിശേഷത്തിലേക്ക് എത്തുമ്പോഴും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം സ്ഥാപിച്ച് അത് കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം കൃഷിക്കാരതിൽ വേണ്ട രീതിയിൽ ഫലം നേടിയെടുക്കാതിരിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ വിളവന്വേഷിച്ച് ചെല്ലുന്ന ഭൃത്യന്മാരോടും ഉടമസ്ഥനോടും, അവസാനം ചെല്ലുന്നത് യജമാനൻ്റെ പുത്രൻ തന്നെ ചെല്ലുന്ന അവനോടും ഒക്കെ മോശമായി പെരുമാറുന്ന കൃഷിക്കാരിൽ നിന്നും ഭൃത്യന്മാരിൽ നിന്നും അത് വീണ്ടെടുത്ത് ആ ഒരു തോട്ടം തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമുക്ക് ഈ 2 ഭാഗങ്ങൾ, ബൈബിളിൻ്റെ 2 ഭാഗങ്ങളിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് സമാനമായ 2 ഉപമകൾ നമ്മൾ വായിക്കുകയാണ്. നമുക്കത് ആ രീതിയിൽ തന്നെ കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് മുന്തിരിത്തോട്ടം, പുതിയ നിയമം മുന്തിരിത്തോട്ടം, അങ്ങനെ 2 തരം മുന്തിരിത്തോട്ടം, പഴയ നിയമ മുന്തിരിത്തോട്ടവും പുതിയ നിയമ മുന്തിരിത്തോട്ടവും. പഴയ നിയമ മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഒന്നാമതായിട്ട് കിളച്ച് കല്ല് നീക്കിയ മുന്തിരിത്തോട്ടം. അത് ഈ പുറപ്പാട് സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് ആ കല്ല് നീക്കി കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരപ്പെട്ട ഇസ്രായേൽ ജനമാണ് ഒന്നാമത്തെ പടി. രണ്ടാമത് അതിനൊരു കാവൽ മാടം പണിതു എന്ന് പറയപ്പെടുന്നു. അത് തീർച്ചയായിട്ടും ഈ ജനത്തിന് വേണ്ടി ദൈവം നിയോഗിച്ച രാജാക്കന്മാരെയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പൂർവ്വപിതാക്കന്മാർ, രാജാക്കന്മാർ. നമ്മൾ വീണ്ടും ഇതിന് ഒരു മുന്തിരി ചക്ക് സ്ഥാപിച്ചു. അത് ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ സ്വരം മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ വാക്ക് മനുഷ്യരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ പ്രതീകമായിട്ട് നമുക്ക് ആ മുന്തിരി ചക്കിനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പഴയ നിയമത്തിലെ മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകതകളെന്ന് പറയപ്പെടുന്നത്. 1, കിളച്ച് കല്ല് നീക്കപ്പെട്ടിരുന്നു. 2, കാവൽ മാടം ഉണ്ടായിരുന്നു. 3, മുന്തിരി ചക്ക് സ്ഥാപിച്ചു. പൂർവ്വപിതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ എന്നീ 3 ഗണങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കാവൽമാടത്തിനകത്ത് രാജാക്കന്മാർ മാത്രമല്ല, ന്യായാധിപന്മാരെ കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ന്യായാധിപന്മാരും രാജാക്കന്മാരും ഉൾക്കൊള്ളുന്ന ഭാഗം. ഇത്രയും പ്രോസസ്സ്, അല്ലെങ്കിൽ ഇത്രയും ഒരു ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വിശുദ്ധീകരണമാണ് ദൈവം ആ മുന്തിരിത്തോട്ടത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ജനം ഈ പറയപ്പെടുന്ന കിളച്ച കല്ല് നീക്കിയയിലൂടെയോ കാവൽമാടത്തിൻ്റെ സാന്നിധ്യം കൊണ്ടോ മുന്തിരിച്ചക്ക് സ്ഥാപിക്കപ്പെട്ടത് കൊണ്ടോ ഒന്നും നല്ല മുന്തിരി നൽകുന്ന, നല്ല വീഞ്ഞിന് പറ്റിയ മുന്തിരി നൽകുന്ന മുന്തിരിത്തോട്ടമായിട്ട് മാറിയില്ല എന്നതാണ് ദൈവത്തിന് ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള പരാതി. പുതിയ നിയമം മുന്തിരിത്തോട്ടത്തേക്ക് കടന്നു വരാം. പുതിയ നിയമം മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. 1, ഒരു നല്ല തോട്ടം സ്ഥാപിച്ചു. വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി, അവിടെ ഇല്ല, അത് പുതുതായിട്ട് തുടങ്ങി വയ്ക്കുന്നു. 2, അതിന് വേലി കെട്ടി. 3, അതിൽ ചക്ക് സ്ഥാപിച്ചു. 4, അതിലൊരു ഗോപുരം പണിതു. കാവൽമാടം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോപുരം പണിതു. ഈ 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. എന്താണ് തോട്ടം നട്ടുപിടിപ്പിച്ചു എന്ന് പറയുന്നത്? അത് ജ്ഞാനസ്നാനം എന്ന് പറയപ്പെടുന്ന കുദാശയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കാം. നമ്മളാകുന്ന ക്രൈസ്തവ മുന്തിരിത്തോട്ടം, ക്രൈസ്തവ കൃപകളുടെയും പുണ്യങ്ങളുടെയും
ആ ഒരു വിത്തിട്ട് മുളപ്പിക്കുന്ന പ്രക്രിയയായ ജ്ഞാനസ്നാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2, വേലി കെട്ടി സൂക്ഷിച്ചു. പാപത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സാത്താൻ്റെ ഇടപെടലിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വേലിയാകുന്ന കുംഭസാരം എന്ന കുദാശ കൊണ്ട് നമ്മളെ സൂക്ഷിച്ചു. 3, ചക്ക് സ്ഥാപിച്ചു. ചക്ക് മുന്തിരി നീര്, മുന്തിരിച്ചാറ് എടുക്കാൻ വേണ്ടിയുള്ളതാണ്. ആ മുന്തിരിച്ചാറ് അത് ദിവ്യകാരുണ്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ ദിവ്യകാരുണ്യം നൽകിക്കൊണ്ട് ആ പ്രാർത്ഥന അനുഭവത്തിലേക്ക്, ദൈവ രൂപിയിലേക്ക്, അല്ലെങ്കിൽ ദൈവ അനുഭവത്തിൻ്റെ ധ്യാന രീതികളിലേക്കും ആത്മീയതയിലേക്ക് ദൈവം ക്ഷണിക്കുന്നു. അതാണ് മുന്തിരി ചക്ക് നമ്മൾ സ്ഥാപിച്ചു. ജ്ഞാനസ്നാനം എന്ന തോട്ടം നട്ടുപിടിപ്പിച്ചു, പുണ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു. കുംഭസാരം എന്ന വേലി കെട്ടി സൂക്ഷിച്ചു. ദിവ്യകാരുണ്യം എന്ന ചക്ക് ഉള്ളിൽ നമുക്ക് തന്നു. ഈ 4, ഒരു ഗോപുരം പണിതുയർത്തി, ഒരു കാവൽ ഗോപുരം, ധീരമായി നിൽക്കുക. സ്ഥൈര്യ ലേപനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ക്രിസ്തുവിൻ്റെ പടയാളിയായി മാറുന്ന ഗോപുരം, കാവൽ ഗോപുരമായി, കാവൽ മാടമായി നീ എഴുന്നേറ്റ് നിൽക്കുക. അപ്പോൾ ഈ 4 കുദാശകൾ നമുക്കിനെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് 3 കുദാശകൾ കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. ഈ 3 കുദാശകളിൽ 2 സാമൂഹിക കുദാശകൾ എന്ന് പറയപ്പെടുന്ന 2 കുദാശകൾ, വിവാഹം, സമർപ്പിത ജീവിതം, അല്ലെങ്കിൽ വിവാഹം, പൗരോഹിത്യം, തിരുപ്പട്ടം എന്ന് പറയുന്നത്. ഈ 2 കുദാശകൾ. മറ്റൊന്ന് രോഗിലേപനം. അത് അവസാനം കൺക്ലൂഡിങ്, അതിലേക്ക് കിടക്കണ്ട. ബാക്കി 2 കുദാശകൾ നമ്മൾ ഈ വിളമന്വേഷിച്ച് വരുന്ന വ്യക്തികളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു, വിളവ് കിട്ടിയില്ല. കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു, അന്നേരം വിളവ് കിട്ടിയില്ല. എൻ്റെ പുത്രനെ മാനിക്കുമെന്ന് പറഞ്ഞ് പുത്രനെ അയച്ചു. അപ്പോൾ അവനെ പിടിച്ചവരെ ദ്രോഹിച്ചു, കൊന്നുകളയും എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ കാണുന്നത്. അതായത് ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ നമ്മളിലേക്ക് കൃപകളുടെ, പുണ്യങ്ങളുടെ വിത്തിട്ട് മുളപ്പിച്ച് കർത്താവ് കുംഭസാരം കൊണ്ട് വേലി കെട്ടി സൂക്ഷിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കർത്താവ് തന്നു. നമ്മളത് പ്രയോജനപ്പെടുത്തിയോ? 3, ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് അതിൽ നിന്നും നിൻ്റെ ആത്മീയതയുടെ മുന്തിരിച്ചാറ് എടുക്കാനായിട്ട് കർത്താവ് പറയുന്നു. ആത്മീയതയാവുന്ന ലഹരി നൽകുന്ന മുന്തിരിച്ചാറ് നിനക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് നീ എത്ര കണ്ട് പ്രയോജനപ്പെടുത്തി? 4, സ്ഥൈര്യലേപനത്തിൻ്റെ ശക്തി പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുന്നുണ്ട്. ആ സ്ഥൈര്യത്തോട് നീ കർത്താവിന് വേണ്ടി എത്ര കണ്ട് നിലകൊണ്ടു? ഈ 4 കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ സാധിച്ചുവെങ്കിൽ വിളവന്വേഷിച്ച് വരുന്ന ഭൃത്യന്മാർക്ക് മുമ്പിൽ നിനക്ക് നല്ല മുന്തിരിച്ചാറും ഒക്കെ കാട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പറയപ്പെടുന്ന 4 കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താതിരിക്കുകയാണ്. തോട്ടം, വേലി, ചക്ക്, ഗോപുരം, ഇത് പ്രയോജനപ്പെടുത്താതിരിക്കുകയാണ്. ജ്ഞാനസ്നാനം, കുംഭസാരം, ദിവ്യകാരുണ്യം, സ്ഥൈര്യലേപനം, ഇത് പ്രയോജനപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാമൂഹ്യപരമായിട്ട് നിനക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഇത് ഒക്ടോബർ മാസമാണ്, മിഷൻ മാസം. ഒരു യഥാർത്ഥ പ്രേക്ഷിതനായി എല്ലാ ക്രൈസ്തവർക്കും ജീവിക്കാനുള്ളൊരു ദൗത്യമുണ്ട്. സഭ സ്വഭാവം കൊണ്ട് പ്രേക്ഷിതയാണ്. ഓരോ ക്രൈസ്തവനും ജ്ഞാനസ്നാനത്തിലൂടെ പ്രേക്ഷിത ദൗത്യം ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ പ്രേക്ഷിത ദൗത്യം എന്ന് പറയപ്പെടുന്നത് വാക്കാൽ പ്രഘോഷിക്കുന്നതിനെ കുറിച്ചല്ല. ഇന്ന് ഒക്ടോബർ 4 അസീസിലെ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ദിവസം കൂടിയാണ്. അസീസിലെ ഫ്രാൻസിസിൻ്റെ വളരെ സുന്ദരമായൊരു വാക്യമാണ്: സർവത്ര സുവിശേഷം പ്രഘോഷിക്കുക, അത്യാവശ്യമെങ്കിൽ മാത്രം വാക്ക് ഉപയോഗിക്കുക. സർവത്ര സുവിശേഷം പ്രഘോഷിക്കുക, അത്യാവശ്യമെങ്കിൽ മാത്രം വാക്ക് ഉപയോഗിക്കുക. അതായത് നിരന്തരം പ്രസംഗിക്കാനായിട്ട് നീ പോകണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിൻ്റെ വാക്കിനപ്പുറം നിൻ്റെ പ്രവൃത്തിയിലൂടെ നിനക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് അസീസിലെ ഫ്രാൻസിസ് ക്രിസ്തുവിന് വേണ്ടി നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം. അപ്പോൾ അങ്ങനെ പ്രേക്ഷിത പ്രവർത്തകനായി മാറാൻ വേണ്ടി ഈ ധ്യാന അരൂപിയിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. ഒക്ടോബർ മാസം ജപമാല മാസം കൂടിയാണ്. ഒക്ടോബറിലെ ആദ്യത്തെ ഞായറാഴ്ച ജപമാലയെക്കുറിച്ച് കൂടി പ്രസംഗിക്കണമെന്ന് വിശുദ്ധ ലിയോ 13 പാപ്പ നമ്മളോട് എല്ലാ വൈദികരോടും കൊണ്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ജപമാലയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ ജപമാല ധ്യാനത്തിലൂടെ കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുത്തു നിൽക്കാനും ദൈവത്തിൻ്റെ സംരക്ഷണം ആസ്വദിക്കുവാനും ദൈവത്തിന് വേണ്ടി സാക്ഷിയായി ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തലോട് നമുക്ക് ഈ സുവിശേഷ ഭാഗത്ത് വായിച്ചെടുക്കാൻ സാധിക്കും. നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ അവസാനം എന്നെ മാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പുത്രനെ അയക്കുന്നു ദൈവം. പക്ഷേ ആ പുത്രനെ പോലും പുറത്തു കൊണ്ടുപോയി കൊന്നുകളയുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ തുടർന്ന് കാണുന്ന ഒരു വസ്തുത, ആ തോട്ടത്തിന് പുറത്തു കൊണ്ടുപോയി അവനെ കൊന്നുകളയുന്നു. നോട്ട് ഇൻസൈഡ് യുവർ സോൾ. നിൻ്റെ ആത്മാവിനുള്ളിലല്ല, അത് സംഭവിക്കത്തില്ല. നിനക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് നീ ക്രിസ്തുവിനെ കൊന്നുകളയുക. നിൻ്റെ പുറത്തുള്ള പ്രവൃത്തികൾ, നിൻ്റെ വാക്ക്, നിൻ്റെ പെരുമാറ്റം, ഇതുകൊണ്ട് നീ നിരന്തരം ക്രിസ്തുവിനെ കൊന്നുകൊണ്ടിരിക്കുന്നവനാണോ
എന്നതാണ് ഈ സുവിശേഷഭാഗം അവസാനിക്കുമ്പോൾ ബാക്കി നിൽക്കുന്നൊരു ചോദ്യം. നീ നിൻ്റെ തോട്ടത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി ക്രിസ്തുവിനെ കൊല്ലുന്നവനായി മാറുന്നുണ്ടോ? നീ നിൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പുറത്ത് ക്രിസ്തുവിനെ കൊല്ലുന്നവനായിട്ട് മാറുന്നുണ്ടോ? ഈ ചോദ്യമാണ് ഈ സുവിശേഷഭാഗം അവസാനിക്കുമ്പോൾ കാണുന്നത്. ഭംഗിയായിട്ട് ഈ ജ്ഞാനസ്നാനത്തിൻ്റെ തോട്ടം വെച്ച് കുമ്പസാരത്തിൻ്റെ വേലി കെട്ടി ദിവികാനത്തിൻ്റെ ചക്കുപയോഗിച്ച് കാവൽമാടം സ്ഥൈര്യത്തിൻ്റെ കാവൽമാടം കൊണ്ട് ജീവിതം സാക്ഷ്യമാക്കി മാറ്റിയ അസീസിയിലെ ഫ്രാൻസിസിനെയാണ് നമ്മൾ ഓർക്കുന്നത്. ഇതിൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിനെ പറയാൻ വേണ്ടിയുള്ളൊരു, അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ വേണ്ടി ധ്യാനിക്കാൻ വേണ്ടിയുള്ള ഫ്രാൻസിസ് അസീസിയുടെ സാന്താമിയാനോ കുരിശ്, താവോ കുരിശുമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ബന്ധം, റീബിൽഡ് മൈ ചർച്ച് എന്ന ദൈവം ഫ്രാൻസിസിനോട് പറഞ്ഞ ആ വാക്യത്തിൻ്റെ അർത്ഥം, ഫ്രാൻസിസ് അസീസിയുടെ പരിസ്ഥിതി സ്നേഹം, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. നമ്മൾ ഫ്രാൻസിസ് അസീസി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ, രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിന് അറിയപ്പെടുന്ന ആ വ്യക്തി യഥാർത്ഥത്തിൽ ഈ വിത്തിട്ട് മുളപ്പിച്ച് ഒരു നല്ല സാക്ഷിയായി മാറിയ നല്ല മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമയാണ്. നല്ല മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ എന്ന് പറയുമ്പോൾ പുണ്യങ്ങളുടെ മുന്തിരി അദ്ദേഹത്തിൽ വിളഞ്ഞു നിന്നു എന്ന് മാത്രമല്ല, ആ മുന്തിരി ചാറ് ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റി എന്ന് പറയപ്പെടുന്ന, ഫ്രാൻസിസ്കൻ ആത്മീയത എന്ന് പറയപ്പെടുന്ന ഒരു ബോട്ടിൽ ആക്കപ്പെട്ട്, ഒരു കുപ്പിയിലാക്കപ്പെട്ട് അത് വരും തലമുറകൾക്ക് വേണ്ടി പകർന്നു നൽകപ്പെട്ടിരുന്നു. അത് അനേകർക്ക്, ഫ്രാൻസിസ്കൻ സന്യാസികൾക്ക് മാത്രമല്ല അനേകർക്ക് ആത്മീയതയുടെ ലഹരി പകരുന്ന ഫ്രാൻസിസ്കൻ ചൈതന്യമായി മാറുകയും ചെയ്യുന്നു. നമ്മളിന്നൊരു മറ്റൊരു വിഷയത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. അത് ഈ വരുന്ന 10-ാം തീയതി, ഒക്ടോബർ 10-ാം തീയതി വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന കാർലോ അക്വിറ്റീസ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചാണ്. കാർലോ അക്വിറ്റീസ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ഭംഗിയായിട്ട് തെളിഞ്ഞു നിൽപ്പുണ്ട്. ആരാണ് കാർലോ അക്വിറ്റീസ്? അദ്ദേഹം ഇൻ്റർനെറ്റിൻ്റെ മധ്യസ്ഥൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ടീഷർട്ട് ധരിച്ച്, ജീൻസ് ധരിച്ച്, അവിടെ ഒരു കൂളിംഗ് ഗ്ലാസ് തൂക്കിയിട്ട് സ്വന്തമായൊരു വെബ്സൈറ്റ് തുടങ്ങി സ്ഥിരമായി കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന ഒരു വിശുദ്ധൻ കത്തോലിക്ക സഭയ്ക്ക് പുതുതായി വന്നിരിക്കുന്നു, കാർലോ അക്വിറ്റീസ്. ഈ പുണ്യവാൻ 15-ാം വയസ്സിൽ മരണപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമുക്കൊന്ന് ചുരുക്കി ചിന്തിക്കും. 91 ലണ്ടനിൽ വെച്ചാണ് അദ്ദേഹം ജനിക്കുന്നത്. പക്ഷേ ഇറ്റലിയിലെ മിലാനിൽക്കാരനായ അദ്ദേഹം അതേ വർഷം തന്നെ മാതാപിതാക്കളോടൊപ്പം ഇറ്റലിയിൽ തിരികെ എത്തുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹം ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയാണെന്ന്, രക്താർബുദ രോഗിയാണെന്ന് തിരിച്ചറിയുന്നത്. തിരിച്ചറിവിൽ അതിൻ്റെ കഠിനമായ സഹനങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ: ഈ വേദനകൾക്ക് ഇടയിലും ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ സന്തോഷങ്ങളിലും ഏർപ്പെടുക, കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോവുക, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക, മൊബൈൽ ഉപയോഗിക്കുക, പക്ഷേ ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുക. ക്രിസ്തുവിനെ വിട്ടേച്ച ഒരു ജീവിതമില്ല എന്ന് ചിന്തിച്ചിരുന്നൊരു വ്യക്തി. അദ്ദേഹത്തിന് ഒരുപാട് താല്പര്യത്തോടു കൂടി അദ്ദേഹം സ്നേഹിച്ചിരുന്ന വിശുദ്ധരുടെ ലിസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അസീസി എന്ന് പറയപ്പെടുന്ന സ്ഥലം എത്ര തവണ സന്ദർശിച്ചാലും അദ്ദേഹത്തിന് മതിയാവത്തില്ല എന്ന് അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും സന്ദർശിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ച സ്ഥലമാണ് അസീസി. ഫ്രാൻസിസ് അസീസി, ഫാത്തിമയിലെ ഫ്രാൻസിസ് ജസീന്ത എന്നീ വാഴ്ത്തപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു വിശുദ്ധരായി. അവർ ഡൊമിനിക് സാവിയോ, ദിവ്യകാരുണ്യം ഒളിവിൽ കഴിഞ്ഞിരുന്ന ആദിമ ക്രൈസ്തവർക്ക് ഒളിച്ചു കൊണ്ടുപോയി കൊടുത്തതിൻ്റെ പേരിൽ രക്തസാക്ഷിയായ കുഞ്ഞു വിശുദ്ധൻ താർഷ്യൂസ്, ബെർണഡീറ്റ എന്നീ വിശുദ്ധർ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധരായിരുന്നു. ഇവരൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ, ഫ്രാൻസിസ് അസീസി ഒഴികെ ബാക്കി എല്ലാവരും വളരെ ചെറിയ പ്രായത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് തീക്ഷ്ണതയോടുകൂടി ജീവിച്ചവരാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള പഠനം നടത്താൻ ആഗ്രഹമുണ്ട്. ഈ കഠിന വേദനയിലായിരിക്കെ മാതാപിതാക്കളുടെ സഹായത്തോടു കൂടി അദ്ദേഹം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് ആ സൈറ്റിൽ പോയി അതിനെക്കുറിച്ച് പഠിച്ച് അത് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് അതൊരു വെബ്സൈറ്റായിട്ട് രൂപീകരിച്ച് ആ വെബ്സൈറ്റിലൂടെ ദിവ്യകാരുണ്യ അത്ഭുതം ലോകം മുഴുവനും പഠിപ്പിക്കാനായിട്ട്, പ്രചരിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു നല്ല പ്രേക്ഷിത പ്രവർത്തകനായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഒപ്പം ഒരു നല്ല യുവജന മാതൃക കൂടിയായിരുന്നു. യുവജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു മാതൃക കൂടിയായിരുന്നു. വളരെ നമ്മൾ ഫ്രീക്കൻ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ
ടീഷർട്ടും ജീൻസും കൂളിംഗ് ഗ്ലാസും മൊബൈൽ ഗെയിമും വെബ്സൈറ്റുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മധ്യത്തിൽ പാപത്തിൽ വീഴാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു വിശുദ്ധൻ. അങ്ങനെയാണ് നമുക്ക് ഇദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കാം. ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത്, ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ വികാരത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നുള്ളതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ വിവാഹബന്ധം വേർപെടുത്തപ്പെട്ട വ്യക്തികളുടെ മക്കൾ കൂട്ടുകാരായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരോട് പ്രത്യേക സ്നേഹവും കരുണയും കാട്ടി അവർ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും അവരോട് സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് പ്രത്യേക പരിഗണന കാട്ടിയ ഒരു കുടുംബത്തിൻ്റെ സ്നേഹം നൽകാനായിട്ട് താല്പര്യം കാണിച്ചൊരു വിശുദ്ധനായിട്ട് നമുക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം ഈ കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹനങ്ങളൊക്കെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 പാപ്പ, ആ സമയത്ത് ബെനഡിക്ട് 16 പാപ്പായുടെ ആത്മീയ നിറവിന് വേണ്ടി ആ സഹനങ്ങൾ കാഴ്ചവെച്ച് സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്നു. പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യം കാണിച്ചൊരു യുവാവ്. മറ്റൊന്ന്, ഇദ്ദേഹം സഹിക്കുന്ന സമയങ്ങളിലൊക്കെ എൻ്റെ ഈ വേദനയേക്കാൾ കൂടുതൽ വേദന സഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വിശുദ്ധൻ. അങ്ങനെ അതിൻ്റെ വലിയ പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം 2006 ഒക്ടോബർ മാസം 12 ദിമോസ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് 15-ാം വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിരുന്നു. ആഗ്രഹം ഇതാണ്: അസീസിയിലെ സ്പൊണിയ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇതാണ്. ഫ്രാൻസിസ് അസീസി മാനസാന്തരപ്പെട്ട് തൻ്റെ പിതാവായ പീറ്റർ ബെർണാഡോയോട് സംസാരിച്ചിട്ട്, ഇനി എനിക്ക് സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പീറ്റർ ബെർണാഡോയുടെ ആ പിതൃത്വം തന്നെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ അസീസിലെ ഫ്രാൻസിസ് താൻ ഉടുത്തിരുന്ന വസ്ത്രം പോലും ഉരിഞ്ഞെടുത്ത് പീറ്റർ ബെർണാഡോയ്ക്ക് തിരിച്ചു നൽകിയിട്ട് എനിക്കിനി സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നഗ്നനായി നടന്നുപോയ ഇടം, ആ സ്ഥലമാണ് ഈ കാർലോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. അദ്ദേഹം പറഞ്ഞത്, കാർലോ അക്വിറ്റീസ് പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ എന്നെ അവിടെ അടക്കണം. അങ്ങനെ അവിടെ അടക്കം ചെയ്തതിനു ശേഷം 2013 അദ്ദേഹത്തെ ദേവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. 2018 ജൂലൈ മാസം 5-ാം തീയതി വളരെ ഫാസ്റ്റായിട്ട് അദ്ദേഹത്തെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തി. തുടർന്ന് 2020 വരുന്ന ഒക്ടോബർ 10-ാം തീയതി അദ്ദേഹത്തെ ഫ്രാൻസിസ് പാപ്പ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ നടന്ന ഒരു അത്ഭുതത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയാണ്. നമുക്ക് ഒരു ന്യൂ ഏജ് അസീസി എന്ന് വേണമെങ്കിൽ അതേ വിളിക്കാം. ഒരു പുതുയുഗ അസീസി പുണ്യവാൻ എന്ന് നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാൻ സാധിക്കും. അസീസി പുണ്യവാനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഈ വിശുദ്ധനെ ഓർക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കാം. അദ്ദേഹം ഈ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു. വർഷങ്ങൾക്ക് ശേഷം 2006 മരണപ്പെട്ട വ്യക്തിയുടെ മൃതശരീരം നോക്കാൻ വേണ്ടി കബറിടം തുറന്നപ്പോൾ ആ ശരീരം അഴുകാതെ അതേപടി ശോഭയോടുകൂടി ചൈതന്യത്തോടു കൂടിയിരിക്കുന്നു. അതിലൂടെയാണ് അദ്ദേഹം അഴുകാത്ത വിശുദ്ധൻ്റെ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുന്നത്, കാർലോ അക്വിറ്റീസിനെ കുറിച്ച്. ഒരു യഥാർത്ഥ മുന്തിരിത്തോട്ടം, ജ്ഞാനസ്നാനം എന്ന തോട്ടവും കുംഭസാരം എന്ന് പറയപ്പെടുന്ന വേലിയും ദിവികാരൻ എന്ന് പറയപ്പെടുന്ന ചക്കും സൈലവൻ എന്ന് പറയപ്പെടുന്ന ഗോപുരവും ഒക്കെ പ്രയോജനപ്പെടുത്തിയ ഒരു യഥാർത്ഥ മുന്തിരിത്തോട്ടം. ഒരുപാട് പേർക്ക് ദിവ്യകാരുണ്യം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ച മുന്തിരിയുടെ ഫലം നൽകിയ ജീവിതം, അതാണ് കാർലോ അക്വിറ്റീസ്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം നമുക്ക് ഇന്നേ ദിവസം ഓർക്കാം. ഒക്ടോബർ 10-ന് പ്രത്യേകം അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥയാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ജപമാലരാജ്ഞി നമ്മളെ സഹായിക്കട്ടെ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ കൂടുതൽ വളരുന്ന ക്രൈസ്തവരായി മാറുന്നത് വഴി നല്ല മുന്തിരിത്തോട്ടങ്ങളായി മാറാനുള്ള കൃപ നമുക്ക് ദൈവം നൽകട്ടെ. കാർലോ അക്വിറ്റീസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.